നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ റിജിജു നാട്ടിൽ വന്നിട്ട് അടുത്ത സർക്കാർ NDA തന്നെ ഫോം ചെയ്യും എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നടത്തുന്നത്. അദ്ദേഹം ആ റിപ്പോർട്ടിൻ്റെ കൂടെ വന്നു. അത് അദ്ദേഹം ആന്ത്രൂസ് താഴത്ത് ബിഷപ്പിനെ കാണുകയും ബിഷപ്പ് ക്രിസ്ത്യാനികളെ മിനിസ്ക്യൂൾ മൈനോറിറ്റി ആക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. അപ്പം എനിക്ക് പേഴ്സണലി ഓർമ്മ വന്നത്, കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുമ്പ് വേറൊരു ബിഷപ്പ് റബ്ബറിന് 200-250 രൂപ കിലോക്ക് തരാമെങ്കിൽ ഞങ്ങൾ ഒരു സീറ്റ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞതിനെ പറ്റിയാണ് ഓർമ്മ വരുന്നത്. സാർ, എന്താണ് നാട്ടിൽ നടക്കുന്നത്? എന്താണ് ബി ജെ പിയും ഈ സവർണ ക്രിസ്ത്യാനികളുമായിട്ടുള്ള ബന്ധം? എന്താണ് അവരെ ഉദ്ദേശിക്കുന്നത്? രണ്ടു കൂട്ടരും ഇങ്ങനെ പിങ് പോങ് കളിക്കുന്നത് എന്താണ് നമ്മൾ കാണിക്കുന്നത് സാർ? അല്ല, ഇത് ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം വാസ്തവമാണ്. ഈ അരുണാചൽ പ്രദേശിൽ നിന്ന് പാർലമെന്ററി കാര്യമന്ത്രി, യൂണിയൻ പാർലമെന്ററി കാര്യമന്ത്രിക്ക് പ്രത്യേക ക്രിസ്ത്യൻ ദൗത്യം ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാരണം താങ്കൾക്കറിയാമല്ലോ, അരുണാചൽ പ്രദേശിൽ നിന്ന് പ്രത്യേക ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഇപ്പൊ കുര്യനും ഒന്നും പോരാ. നമ്മുടെ സവർണ ക്രിസ്ത്യൻ സഭയെ കൂടെ നിർത്താനായിട്ട് ഇപ്പോൾ BJPയുടെ യൂണിയൻ കേന്ദ്രത്തിലെ മന്ത്രിയായിട്ടുള്ള കുര്യനുണ്ട്. പക്ഷെ എന്നിൽ പോലും കുര്യൻ പറഞ്ഞാൽ കുര്യന്റെ ഉറപ്പ് പോരാ എന്നുള്ള ഒരു 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 സൂചനയാണ് തരുന്നത്. അദ്ദേഹം ഇവിടെ വരുന്നു. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത് താഴത്തിനെയല്ല കണ്ടത്. എനിക്ക് തോന്നുന്നു റഫേൽ അല്ലെ, അദ്ദേഹത്തെ ആയിരുന്നു ഇപ്പോഴത്തെ ഇവിടുത്തെ സിനഡിന്റെ ഒക്കെ തലപ്പത്തുള്ള താഴത്തിനെ അല്ല കണ്ടത്, CBCIയുടെ തലവനെ അല്ല കണ്ടത്, കേരളത്തിലെ സഭകളുടെ വലിയ മെത്രാനെയാണ് കണ്ടത്. റാഫേൽ ആണ് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം മറ്റ് മെത്രാന്മാരും ഞാൻ നോക്കിയത് തിരുത്തി റാഫേൽ തട്ടിലാണ് കണ്ടത്. റാഫേൽ തട്ടിലച്ചനെ ആയിരുന്നു കണ്ടത്. തട്ടിലച്ചൻ അത് തമാശക്കാരനാണ്. അദ്ദേഹം മാറി മാറി പറയുന്നത് ആളാണ്. പിന്നെ താങ്കൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ച പമ്പ്ളാനി അച്ഛനാണ് തലശ്ശേരിയിൽ വെച്ച് പറഞ്ഞത്, റബ്ബറിന്റെ വില കൂട്ടിയാൽ ഒരു പാർലമെന്റ് അംഗത്തെ തരാമെന്ന് പറയാനുള്ള ഇത് കാണിച്ചത് പമ്പ്ളാനി അച്ഛനാണ്. അപ്പൊ സവർണ സഭയിലെ ഇവരെല്ലാം ഈ മൂന്ന് മുത്തുകളും ഇതിന് ഇത്തരത്തിലുള്ള പല വാഗ്ദാനങ്ങളും ഇത്തരത്തിലുള്ള പല കുടമറച്ചിലിനും ഒക്കെ നമ്മള് സ്ഥിരം വാചകമേളകളിൽ പ്രത്യക്ഷപ്പെടുന്ന മെത്രാന്മാരാണ്. എന്നാൽ അവർക്ക് എന്റെ ചോദ്യത്തിലല്ല ഇത് കാണിക്കുന്നത്. BJPക്ക് ഒരു ധാരണയുണ്ട്, സവർണ ക്രിസ്ത്യാനികളുടെ വോട്ട് കൂടെ കിട്ടിയാലേ അവർക്ക് അസംബ്ലിയിൽ എന്തെങ്കിലും ആശിക്കാൻ കഴിയുള്ളൂ. അസംബ്ലിയിലെ പോസിറ്റീവായുള്ള റിസൾട്ട് വേണമെങ്കിൽ സവർണ ക്രിസ്ത്യാനി കൂടെ നിർത്തണം എന്നൊരു മെസ്സേജ് അല്ലേ ഇവിടെ BJP? അത് വളരെ കാലമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും എല്ലാം ഏറ്റവും കേരളത്തിൽ നിന്ന് മുസ്ലിം വോട്ടുകൾ കിട്ടില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം എന്നും RSS BJP തങ്ങളുടെ അവരുടെ ക്രിസ്ത്യാനികളോടുള്ള സമീപനത്തിൽ ഇത്തരം ഒരു ലാക്ക് വച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്.